കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും ഇത് പ്രസിദ്ധമാക്കുവാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കുവാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടത്തും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഒന്നാം വായന പഴയ നിയമത്തിലെ ശാമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്ന് 4-ാം അധ്യായം നമ്മൾ വായിച്ചു കേട്ടു. ഇതിൽ ഇസ്രായേലിന് സംഭവിച്ച കനത്ത ഒരു പരാജയത്തെയാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ഫിലിസ്ത്യർക്കെതിരായി യുദ്ധത്തിന് പുറപ്പെട്ട ഇസ്രായേൽക്കാർ വളരെ ശോചനീയമായ രീതിയിൽ അവർ പരാജയപ്പെടുന്നു. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുക, ഇസ്രായേൽ അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ജീർണീകരിക്കപ്പെട്ട അവസ്ഥയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ അവസാന കാലഘട്ടത്തിൽ. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് വിശ്വാസം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉപാധിയായിട്ട് പലപ്പോഴും ഇവിടെ ഇസ്രായേൽ ജനം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്ന് അവർ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പരാജയപ്പെടുമ്പോൾ ഇസ്രായേലിൻ്റെ നേതാക്കളും പുരോഹിതരും ശീലോയിൽ പോയി കർത്താവിൻ്റെ വാഗ്ദാന പേടകം കൊണ്ടുവന്ന് അതൊരു യുദ്ധസാമഗ്രിയായി, ഒരു ഉപാധിയായിട്ട് അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നു. നമ്മൾ വാഗ്ദാന പേടകം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇവരുടെ വലിയ അപരാധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള വാഗ്ദാനത്തിൻ്റെ പ്രതീകമാണ്. വാഗ്ദാന പേടകം, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനതയുമായിരിക്കുമെന്നുള്ള ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉടമ്പടിയുടെ പ്രതീകമായിരുന്നു ഈ വാഗ്ദാന പേടകം. അത് ദൈവവും മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ, ആഴമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. എന്നാൽ അവർ അത് യുദ്ധത്തിൽ ജയിക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുന്നു. നമ്മളുടെ വിശ്വാസം പലപ്പോഴും നമ്മളുടെ കാര്യസാധ്യത്തിനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാറുമ്പോഴാണ് ദൈവം നമ്മളെ ഉപേക്ഷിക്കുക. യെശയ്യാ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം ജെറൂസലേം ദേവാലയത്തെ വിടുന്നതായിട്ടും ഇസ്രായേൽ ജനതയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടും കാണുന്നതായിട്ട്. മതവും നമ്മളുടെ വിശ്വാസവും ദൈവവുമായിട്ട് ആഴമായിട്ടുള്ളൊരു ബന്ധത്തിന് നമ്മളെ സഹായിക്കേണ്ട ഉപാധിയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. കുഷ്ഠരോഗം വന്ന ഈ വ്യക്തി, ഈ രോഗി ഈശോയെ സമീപിച്ച് ഈശോയുടെ മുമ്പിൽ അവൻ്റെ വിശ്വാസം വളരെ ആഴത്തിൽ വെളിപ്പെടുത്തുകയാണ്. അങ്ങേക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവന് ആഴമായിട്ടുള്ള വിശ്വാസമുണ്ടായിരുന്നു യേശു ദൈവപുത്രനാണ് എന്നും ഈ യേശുവിന് തൻ്റെ രോഗം സൗഖ്യമാക്കുവാനായിട്ട് കഴിയുമെന്നും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അങ്ങേക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്നുള്ള അവൻ്റെ പ്രഖ്യാപനം. ആ വിശ്വാസത്തെ ഈശോ കണ്ടുകൊണ്ടാണ് അവനോട് മറുപടി പറയുക, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ വിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വവും നമുക്ക് ദൈവത്തിലുള്ള ആഴമായിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ ശരിക്കുമായിട്ടുള്ളൊരു പ്രഖ്യാപനവും അതിൻ്റെ ഒരു ആഘോഷവുമായിരിക്കണം. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്ന ആ രീതിയിലേക്ക് നമ്മുടെ വിശ്വാസവും മതവും പ്രത്യേകിച്ച് അധപ്പതിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഉപേക്ഷിക്കുക, കൈവിടുക. ഇസ്രായേൽക്കാർക്കുണ്ടായ ആ വളരെ നാണം കെടുത്തുന്ന തോൽവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക.
ഇന്ന് നമ്മളുടെ വിശ്വാസത്തെ നമുക്ക് പ്രത്യേകിച്ച് ഈ കുഷ്ഠരോഗിയുടെ അതേ വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർത്തുകൊണ്ട് നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, അങ്ങേക്ക് കഴിവുണ്ട്, അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ്. അങ്ങുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വളരുവാനായിട്ട്, എൻ്റെ വിശ്വാസം യഥാർത്ഥമായിട്ടുള്ളതിൻ്റെ ഒരു പ്രതിഫലനമായി തീരുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.